എല്ലാ സ്റ്റുഡൻസിനോടും കൂടിയിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ പുതിയൊരു ക്ലാസ് ടീച്ചർ വരികയാണ്. സോ എപ്പോഴും ഉഴപ്പി കളിക്കുന്നത് പോലെ ഇപ്രാവശ്യം ഉഴപ്പരുത്. ക്ലാസ്സിൽ ലേറ്റ് ആവാനും പാടില്ല. മിസ്സേ, എന്തൊക്കെ പറഞ്ഞാലും കാർത്തി ക്ലാസ്സിലെത്തിയില്ല. അവൻ പതിവ് പോലെ ആയിരിക്കും. ഞാൻ നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം, പക്ഷെ ഇനി അത് പറ്റില്ല. എക്സ്ക്യൂസ് മീ മിസ്, മേ ഐ കം ഇൻ? ആ സാർ, എല്ലാ കുട്ടികളും പ്രസന്റ് ആണ്. ഒരു കുട്ടി മാത്രം വരാനുണ്ട്. അതൊന്നും ലേറ്റ് ആകാൻ ടൈപ്പാ. സാർ റെഡിയാക്കിയാൽ മതി. എനിക്ക് എല്ലാ കുട്ടികളും ഒരേപോലെയാണ്, അത് ഞാൻ നോക്കിക്കോളാം. ശരി സാർ, ഞാൻ പോകണം. ഈ കാർത്തി ഇത് എവിടെ പോയി കിടക്കുവാണോ എന്തോ. എത്ര വെച്ചിട്ട് ഇവൻ ഇങ്ങനെ ലേറ്റായി വരുന്നത്? ഇവനക്കൊന്ന് നേരത്തെ എണീച്ചൂടെ? നമ്മൾ പറഞ്ഞിട്ട് കേൾക്കുന്ന മുതലാണോ അത്? അവന് പിന്നെ അവന്റെ സ്വന്തം വാക്യം വേദവാക്യം, അത്ര തന്നെ. ഇയാളുടെ കയ്യിൽ നിന്ന് നല്ല പോലെ അവൻ മേടിക്കുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഇവിടെ എന്താ ഇത്ര സംസാരം? ഇവിടെ ഒരു സാർ വന്ന് നിൽക്കുന്നത് കാണുന്നില്ലേ? ഇനി മേലെ എൻ്റെ ക്ലാസ്സിൽ ശബ്ദം ഞാൻ കേട്ടു പോകരുത്. ആ മമ്മി, ഞാൻ ക്ലാസ്സിലെത്തി. ഇനിയെങ്കിലും ഒന്ന് വെക്കോ? ഞാൻ സേഫ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ. ഏതാ, ഈ ക്ലാസ്സിലാണോ? ഈ ക്ലാസ്സിന്റെ മുമ്പിൽ വന്നെന്നാ പിന്നെ ഇവിടെ അല്ലേ? നിനക്കെന്താ ഇവിടുത്തെ പ്രിൻസിപ്പൾ പ്രത്യേക ടൈം ഷെഡ്യൂൾ തന്നിട്ടുണ്ടോ? അതിനങ്ങനെ തന്നെ പ്രിൻസിപ്പൾ എൻ്റെ അപ്പനല്ല. നീ അങ്ങ് മാറിയില്ലേടാ. ഡാ മച്ച, ഇവനേതാ പുതിയ സ്റ്റുഡൻ്റ് ആണോ? എന്നിട്ടല്ലോ എൻ്റെ മേലെ തട്ടി കയറുന്നേ. നമ്മളെ പഠിപ്പിക്കാൻ വന്ന പുതിയ സാറാടാ, നമ്മുടെ പുതിയ ക്ലാസ് ടീച്ചറാടാ. പുതിയ സാറായിരുന്നു. ഗുഡ് ഈവനിങ്. സോറി, ഗുഡ് മോർണിംഗ്. ഇത് കുട്ടികളെ, എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങളെല്ലാവരും ചെയ്താൽ മതി, കേട്ടല്ലോ? ഒരുത്തന് മാത്രം ഒരു കൊമ്പ് എക്സ്ട്രാ ഒന്നുമില്ല. നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് ക്ലാസ്സിലെത്തണം. ഒരാൾ ലേറ്റായി നിങ്ങളുടെ ക്ലാസ് ഞാൻ കട്ട് ചെയ്യും. പറഞ്ഞില്ലെന്ന് വേണ്ട, കേട്ടല്ലോ? ഞാൻ ലേറ്റ് ആവുന്നതിന് എല്ലാവരുടെ ക്ലാസ്സും കട്ട് ചെയ്യേണ്ട ആവശ്യം എന്താ? അതെന്താ? അത് നിനക്കുള്ള പണിഷ്മെന്റ്. നീ ലേറ്റായാൽ നിന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ആ ദിവസത്തെ ക്ലാസ് കട്ടാവും. അങ്ങനെയെങ്കിലും നീ ഒന്ന് നേരത്തെ വരുമല്ലോ. അല്ലാണ്ട് നിനക്ക് മാത്രം എന്ത് പ്രത്യേകത? മതി, പോയിരിക്കും. ആൻഡ് സ്റ്റുഡൻസ്, എൻ്റെ ക്ലാസ് ഇൻ്റർവെൽ കഴിഞ്ഞാണ്. എൻ്റെ പേര് ക്രിസ്റ്റി. നീ എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിച്ചേ? അത് നിന്റെ സാറല്ലേ? അയാളുടെ ഫസ്റ്റ് ഡേ ആണെങ്കിൽ അയാൾക്കൊന്ന് ക്ഷമിച്ചൂടെ നമ്മളോട്? ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? എടാ, നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന സാറാണ്, കുറച്ച് റെസ്പെക്ട് കൊടുക്കണം. അതിനെങ്ങനെ? പറഞ്ഞ തലയിൽ കയറ്റി വെക്കുന്ന ബുദ്ധിയല്ലേ ഇവനുള്ളത്? അങ്ങേരുടെ മോന്ത കണ്ടിട്ട് സംതിങ് ഫിഷി തോന്നുന്നു എനിക്ക്. ഇവനോട് വന്ന് പറഞ്ഞ നമ്മളെ വേണം ആദ്യം തല്ലാൻ. ഡാബി, എനിക്കൊന്നൊരു മൂഡില്ല. ഞാൻ വീട്ടിൽ പോയാലോ എന്നാ ചിന്തിക്കുന്നത്. ക്ലാസ് കട്ട് ചെയ്തിട്ടെ. അങ്ങേരുടേതാണോ? ആടാ, അങ്ങേരുടെ ക്ലാസ്സാ. മോനെ കാർത്തി, ചുമ്മാ പണിയായിരുന്നു വാങ്ങുന്നത് എന്തിനാ നീ? നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാൻ പ്ലാൻ ഒന്നുമില്ലേ? ഇത് സാറ് വന്നിട്ടുണ്ട്, നിങ്ങളാക്കിയാ നോക്കുന്നത്. അതിന് ഇന്റർവെല് കഴിഞ്ഞോ? ഇന്റർവെല് കഴിഞ്ഞിട്ട് ഇവിടെ 15 മിനിറ്റ് ആയല്ലോ. ശരി, നിങ്ങൾ പൊക്കോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രൊജക്ടർ വെച്ചിട്ട് കാണാം. ഓക്കെ, റീപ്രൊഡക്ഷൻ. അപ്പോൾ അത് വഴി കാണാം. ഇന്നത്തെ ക്ലാസ് മിസ് ചെയ്തു. ആദ്യമായിട്ടാ ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തന്നത്. അവൻ എന്തിൻ്റെ തകരാറാ? നല്ലൊരു ബയോളജി ക്ലാസ് നഷ്ടമായി. അല്ല, നിങ്ങളുടെ കൂടെ ഉണ്ടായ പയ്യനോടെ? ഓ, അപ്പം ക്ലാസ് കട്ട് ചെയ്താണോ? അല്ല, അവന് വയറുവേദന എടുത്തപ്പോ പോയതാ സാർ. ക്ലാസ് സാറായി എന്നോട് പറയണമെന്നുള്ളൊരു ഉത്തരവാദിത്ത ബോധം അവനില്ലേ? സാർ, ഞാൻ ക്ലാസ്സിലെ ലീഡറാണ്. ഞാൻ അവന്റെ മമ്മീനെ വിളിച്ചിട്ട് പരാതി പറഞ്ഞോളാം. ഓ, നീയാണോ? നീ തൽക്കാലം അവൻ്റെ പാരൻസിൻ്റെ നമ്പർ എനിക്ക് തന്നാൽ മതി. ഇപ്പം ലീഡർ ഇപ്പം കഷ്ടപ്പെടണ്ട. എനിക്ക് അവൻ്റെ ബിഹേവിയർ തീരെ ഇഷ്ടമായില്ല. അവൻ്റെ അമ്മേനെ അച്ഛനെ തന്നെ വിളിച്ച് ചോദിക്കട്ടെ. അല്ലേലും പണിയിരുന്ന് വാങ്ങൽ അവൻ്റെ സ്വഭാവമാണല്ലോ. അതെ. ഡാ, നീ എപ്പോൾ വന്നു? നിനക്കെന്താ വയ്യേ? അല്ല, പനിയാണോ? ഇതെന്താ ഇങ്ങനെ കിടക്കുന്നേ? അമ്മ, ഞാൻ എന്താ ഇന്നും ഇങ്ങനെ ലേറ്റ് ആവുന്നേ കോളേജിൽ പോവാൻ? എന്നും കുറ്റം മാത്രമേ ഉള്ളൂ. രാവിലെ 8 മണി എന്ന് പറഞ്ഞിട്ട് രാവിലെ 9 മണിക്ക് എണീച്ചിട്ട് 10:30 കോളേജിൽ പോകുന്ന നിന്നോട്, എടാ പഠിക്കണമെന്നുണ്ടെങ്കിലേ 7 മണിക്ക് എണീച്ചിട്ട് 8 മണിക്ക് കോളേജിൽ പോകാൻ നോക്കും. അല്ലാണ്ട് ഒരുമാതിരി പണി കാണിച്ചിട്ട് രാവിലെ തന്നെ സാറിൻ്റെയും ടീച്ചറുടെ വായി എന്നുള്ളതെല്ലാം കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പരാതി പറയേണ്ട ആവശ്യമില്ല. മമ്മി,
ഞങ്ങൾക്ക് വന്ന പ്രൊഫസറുണ്ടല്ലോ ഭയങ്കര ഹാൻഡ്സം ആണ്, നല്ല യങ്ങുമാണ്. ഞാൻ വിചാരിച്ചു സ്റ്റുഡൻ്റ് ആയിരിക്കുമെന്ന്, പുതിയ വന്ന കുട്ടിയായിരിക്കുമെന്ന്. അപ്പം ഞാൻ ഓർത്തില്ല, അങ്ങനെ കയറി തട്ടിക്കയറി. രാവിലെ തന്നെ അങ്ങയുടെ വായിലുള്ളത് കേട്ടു, എൻ്റെ വായിലുള്ളത് അങ്ങേരും കേട്ടു. സ്റ്റുഡൻ്റാന്ന് വെച്ചിട്ട് ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ, നമ്മൾ കൂടെ പഠിക്കുന്ന കുട്ടികളെ പോലും റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ്. നീ ഇതൊരു മാതിരി. ഡാ, ഇന്നലെ രാത്രി എന്തെന്നെ വിളിക്കാത്ത? എടാ, ഇന്നലെ ഭയങ്കര ടയേർഡായിരുന്നു, അതാ. എന്നും വെച്ച് ഒന്ന് വിളിച്ചിട്ട് ഒരു ഗുഡ് നൈറ്റ് തന്നൂടെ? സോറി, മറന്നു. ഒന്ന് ഫോൺ എടുത്തിട്ട് മെസ്സേജ് അയക്കുന്നതിനോ ഒന്ന് നമ്പർ എനിക്ക് കോൾ ചെയ്തതിനോ അത്രക്കും പറ്റില്ലേ? എടാ, തീരെ വയ്യായിരുന്നടാ. ഇന്നലെ ജോലി കഴിഞ്ഞ് വരാൻ ഭയങ്കര ലേറ്റായി. ഞാൻ എത്ര വിളിച്ചെന്നറിയോ? നീക്കെന്താ? ഇന്നലെ പറഞ്ഞല്ലേ ഇന്നലെ ഞാൻ ജോലിക്ക് കയറുന്നുണ്ടെന്ന്. ഞാനിപ്പോൾ എന്നെ മടുത്തെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഓരോ ന്യായം പറഞ്ഞോളൂ. കിച്ചൂട്ടാ, നിനക്ക് നല്ലപോലെ വിഷമായെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ സിറ്റുവേഷനൊന്നും നീ മനസ്സിലാക്കുക. അങ്ങേരുടെ ഒലക്കമത്തൊരു സിറ്റുവേഷൻ. ഇനി വാ എന്നെ കിച്ചു എന്ന് വിളിച്ചിട്ട് അപ്പം തരാം ബാക്കി. ഹലോ, വെച്ചോ നീ? ഹലോ, എനിക്ക് ക്ലാസ് തുടങ്ങാനേ, എന്നാൽ ഞാൻ വെക്കോണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആരാണ്? അവനാണോ നിൻ്റെ ഇച്ചായൻ? അതെ, ഇച്ച തന്നെ. ഇച്ചനെ കാണാൻ തോന്നുന്നുണ്ട്. അപ്പം ഇതിനു മുന്നേ നിങ്ങൾ കണ്ടിട്ടൊന്നുമില്ലേ? ഇച്ചായൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ജോബ്, പിന്നെ പാരൻസ്, പിന്നെ നമ്മൾ ഇതുവരെ കണ്ടൊന്നുമില്ല. 2 ഇയേഴ്സായി, ലോങ് ഡിസ്റ്റൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഈ കോളിൽ കൂടി മാത്രമേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ അറിയുന്നുള്ളൂ. അല്ലാണ്ട് ഇതുവരെ അങ്ങനെ കണ്ടിട്ടോ ഇതാക്കിയിട്ടോ ഒന്നൊന്നുമില്ല. ആളുടെ മുഖം തന്നെ എനിക്കറിയില്ല. ഇപ്പോഴത്തെ കാലത്ത് ഈ ഫോണിൽ കൂടിയുള്ളൊന്നും വിശ്വസിച്ചുവിടടാ. മുഖം അറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് വല്ല കിളവനായിരിക്കും. എടി, 28-26 വയസ്സുള്ള എൻ്റെ ഇച്ചനാണോ നീ കിളവാന്ന് വിളിക്കുന്നത്? എടി, എൻ്റെ പാരൻസിനും അവൻ്റെ പാരൻസിനും ഓക്കെയാണ്. പക്ഷെ അവരായിട്ട് ഞങ്ങൾക്കൊരു സാഹചര്യം ഉണ്ടാക്കി തരില്ല ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാനായിട്ട്. റീസൺ ഞങ്ങൾ സ്വന്തമായിട്ട് എടുത്ത തീരുമാനമായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈച്ച സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജോബിന് ഒക്കെ ശ്രമിച്ച് ഇന്നലെ ഏതോ ജോബ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി 1 മന്ത് കഴിഞ്ഞാൽ ഞങ്ങൾ മീറ്റ് ചെയ്യും. ഇവിടെ എന്താ ഒരു ടോക്ക്? ഡാ, നീ എൻ്റെ ക്യാബിനിൽ വരണം കേട്ടല്ലോ. ബാക്കി എല്ലാവരും ക്ലാസ്സിൽ പോ പെട്ടെന്ന്. ഇങ്ങേരിക്ക് എന്തുവാ? ആദ്യത്തെ ദിവസം അങ്ങനെ പെരുമാറിയത് കൊണ്ടാണോ ഇന്നിങ്ങനെ ചെയ്യണേ? കുറച്ച് സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ്. എന്താന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞു തൊലക്ക്. നിന്നെ മമ്മി പറഞ്ഞു നീ എന്ന് ഫോണിൽ കളിച്ചിട്ട് ലേറ്റായിട്ടാണ് കിടന്നുറങ്ങുന്നതെന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റായിട്ട് വരണേന്ന്. സാറേ, ഫോണിൽ കളിക്കുന്നതും കളിക്കാത്തതും എല്ലാം എൻ്റെ സ്വന്തം ഇഷ്ടമാണ്, അല്ലാണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നതല്ല. എടാ, നീ ഫോൺ കൊണ്ട് കളിച്ചോ, കുഴപ്പമില്ല. പക്ഷെ നീ ഫോൺ കൊണ്ട് കളിക്കുമ്പോൾ നിൻ്റെ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ നീ പുറകോട്ട് പോവുക ചെയ്യുന്നത്. ഞാൻ ഫോണിൽ കളിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്നുമുണ്ട്. എനിക്കത്രേ പറയാനുള്ളൂ. ശരി, എല്ലാം നിൻ്റെ ഇഷ്ടം. ക്ലാസ് കട്ട് ചെയ്തില്ലേ, അതിനുള്ള പണിഷ്മെൻറ്റ് വേണ്ടേ? ഞാൻ വയറ് വേദന എടുത്തിട്ട് പോയതാ, അല്ലാതെ കട്ട് ചെയ്തല്ലോ. നീ എന്താ വിചാരിച്ചേ? കള്ളവും ശരിയും കേട്ടാൽ മനസ്സിലാവാത്ത പൊട്ടനാണ് ഞാനെന്നോ? എടാ, എൻ്റെ എല്ലാ നോട്ട്സും കംപ്ലീറ്റ് ആക്കി ഇന്ന് ടേബിൾമേ ഞാൻ കണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നിൻ്റെ തൊലി ഞാൻ ഉരുക്കും. ശരി, ഇപ്പം നിങ്ങൾ നിൻ്റെ മുമ്പ് പോ. എടാ, നീ എന്ത് തെണ്ടിത്തരം വേണമെങ്കിലും കളിച്ചോ, എല്ലാം നിൻ്റെ സ്വഭാവ ഗുണം. പക്ഷേ ഈ കോളേജിലാണ് നീ പഠിക്കുന്നതെങ്കിൽ ഇവിടുത്തെ പ്രൊഫസേഴ്സിനെ നീ റെസ്പെക്റ്റ് തരണം. നിങ്ങൾ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാ എന്നെ ഇങ്ങനെ ഒരുമാതിരി ആക്കാൻ. നിങ്ങൾക്ക് എന്താ കിട്ടുന്ന ഇങ്ങനെ ചെയ്തിട്ട്? നീ എന്നും ലേറ്റ്, നിനക്ക് പ്രത്യേക പരിഗണന. എല്ലാവരുടെ മുന്നിൽ നീ രാജാവായിരിക്കാം, പക്ഷെ എൻ്റെ മുന്നിൽ നീ അവരിൽ ഒരാൾ മാത്രമാണ്, കേട്ടല്ലോ? ഓക്കെ. ചേടാ, ഈ പൊട്ടൻ എന്താ കോൾ എടുക്കാത്തേ? ഇപ്പം എനിക്ക് കോൾ എടുക്കാൻ തോന്നുന്നില്ലല്ലോ, എന്തോ ഒരു മൂടഫ് പോലെ. എടാ, ക്രിസ്റ്റി എന്നെ വിളിച്ചായിരുന്നു, നീ കോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ദേ, അവനെ വിളിച്ച് സംസാരിക്കേ. ക്രിസ്റ്റിയോ? ഒന്നെൻ്റെ ശത്രുവും ഒന്നെൻ്റെ ലവറും. വാവ്. ഹലോ, എന്താ വിളിക്കുന്നത്? എന്തേ വിളിക്കണ്ടെന്ന് വല്ല നിയമം വന്നോ? എൻ്റെ ബേബി പോയിൻ്റെ മൂഡ് ഓക്കെ അല്ലാന്ന് തോന്നുന്നു. എനിക്കിപ്പം നിങ്ങളെ കാണണം. ഇപ്പം എങ്ങനെ? നീയല്ലേ പറഞ്ഞ കാണുന്നത് വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസ് സെൻഡ് ചെയ്യണ്ടെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ തന്നെ പറയുന്നു, എനിക്ക് നിങ്ങളുടെ ഫോട്ടോ ഇപ്പം കാണണം. ഇപ്പം തന്നെ എനിക്ക് അയച്ചോ, കേട്ടല്ലോ? ശരി. ഇതെന്താ ഇതിപ്പം ഇങ്ങനെ?
ആയിക്കോട്ടെ, നീ കോള് കട്ടേ, ഞാൻ അയക്കാം. മതി മതി, നിങ്ങളുടെ പിക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അഭിപ്രായം പറയാൻ വിളിച്ചോളാം. ഓക്കെ? ഈ ചെക്കൻ്റെ ഒരു കാര്യം. എടി നമ്മുടെ പ്രൊഫസർ അടിപൊളിയാണല്ലേ കാണാനേ. അതെ, നോക്കിയിട്ട് കാര്യമില്ല. അങ്ങേരിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ആള് ഗേ ആണ്. എടാ നിന്നെ കാട്ടി സൗന്ദര്യമുള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. അല്ലടി, അയാളെ എന്നോട് പറഞ്ഞ് അയാളൊരു ഗേ ആണെന്ന്, ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. എന്നാ അതൊന്നും അറിയണല്ലോ. അത് എന്നാ സാറിനോടൊന്ന് ചോദിക്കാം. എടാ കാർത്തി, നിനക്ക് എന്തിന്റെ തകരാറാ? വന്ന് വന്ന് നീ അയാൾ ഗേ ആണെന്ന് പറയണോ? കാർത്തി, നിനക്ക് സത്യം പറഞ്ഞ എന്തിൻ്റെ തകരാറാ? നീ ഇതെന്തൊക്കെയാ വിളിച്ചു കൂവുന്നേ? ഞാൻ എന്തെങ്കിലും വിളിച്ചു കൂവും, അത് സത്യമാണ്. പക്ഷെ പറയുന്ന ആളോ? ആടാ, ഞാനും ഗേ ആണ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ അവനും ഗേ ആണ്. കാർത്തിക്, എത്ര കിട്ടിയാലും നീ പഠിക്കില്ല അല്ലേ? നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ഐഡൻറ്റിറ്റിയെ പറ്റിയിട്ടാണ്. അത് നല്ല ബോധ്യമുണ്ട് എനിക്ക്. സാറിൻ്റെ ക്യാബിനിലൊന്ന് വാ. നീ എന്താണ് എല്ലാവരും മുമ്പിൽ നിന്ന് ഞാൻ ഗേ ആന്ന് പറഞ്ഞത്? നിനക്കെങ്ങനെ അതറിയാം? എനിക്കത് അറിയാണ്ട് നിൽക്കുമോ? എനിക്കതറിയും. എനിക്ക് ഈ ലോകത്തെ എല്ലാം അറിയും. എന്തെല്ലാം? എടാ, നിനക്ക് വാചകം അടിക്കാൻ മാത്രമല്ലേ അറിയാവൂ. മിണ്ടി പോവരുത് നീ. യോ പ്രൊഫസർ, യോ ബോയ് ഫ്രണ്ട്. കാർത്തി, ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. പ്ലീസ് നിങ്ങൾ ഇനിയും പറ, അപ്പം ഞാൻ ഇനിയും കിസ് ചെയ്യും. എന്താ കാണണോ? നിനക്ക് മതി മതി, ഇനി കഷ്ടപ്പെട്ട് ഒന്നും പറയണ്ട. എന്നെ മനസ്സിലായില്ലല്ലേ? ആയിക്കോട്ടെ, മനസ്സിലായെന്ന് പറയുന്നത് വരെ ഞാൻ ഇങ്ങനെ കിസ് ചെയ്യും. കിച്ചു ആണോ? ആണെങ്കിൽ കിച്ചു, ഞാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. വന്നപ്പം എൻ്റെ മെക്കിട്ടായിരുന്നു നീ കയറിയത്. അത് ഈ പ്രൊഫസറിന് അതിൻ്റെ സ്റ്റുഡൻറ്റ് കാർത്തിയെ ഒരുപാട് ഇഷ്ടമാണ്, അതാണ്. അപ്പോൾ ക്രിസ്റ്റിക്ക് കിച്ചുവിനെയോ? നോക്കി ദഹിപ്പിക്കല മാഷേ. കിച്ചു എനിക്ക് എൻ്റെ വികാരമാണ്. ശരി, അതൊക്കെ. ഇനി മേലിൽ ഏതെങ്കിലും പെണ്ണിൻ്റെയോ ആണിൻ്റെയോ മുഖത്ത് നിങ്ങൾ നോക്കുന്നത് ഞാൻ കണ്ട നോക്കിക്കോ, ഇവിടെ തന്നെ ഉണ്ട് ഞാനെല്ലാം കാണട്ടെ. അപ്പോൾ ബാക്കി ഇതിനൊക്കെ തന്നെ ആയിരിക്കും ദൈവം ഈ കോളേജിൽ തന്നെ എത്തിച്ചത്. അപ്പം നമ്മൾ പോലും അറിയാതെ നമ്മൾ മീറ്റ് ചെയ്തു അല്ലേ? അതെ, പാവൻ്റെ ചെക്കനെ ഞാൻ രാവിലെ തന്നെ. അതെല്ലാം ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇനി ഏതെങ്കിലും പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയാ? ഇല്ലടാ, നീയുള്ളപ്പോൾ എനിക്ക് എന്തിനാണ് വേറെ പെണ്ണ്?